അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മള് എവിടെയൊക്കെ പോകുന്നതെന്ന് പറയും. വാടാനപ്പള്ളിക്കാണ് പോകുന്നത്. ഉമ്മച്ചിയുടെ വീട് വാടാനപ്പള്ളിയിലാണ്. അപ്പോൾ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. ഇന്ന് തന്നെ റിട്ടേൺ വരും. നമ്മൾ മാത്രമേ പോകുന്നത്. ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. നമുക്ക് പോണ വഴിക്ക് അജ്മലിന്റെ അടുത്ത് നിന്ന് കയറിയാലോ? അജ്മലിന്റെ ദൗസിയുടെ അടുത്ത് കേറാം. നമ്മളിപ്പോ ഡീസലടിച്ചിട്ട് നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഹോട്ടലുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ട്. ഉണ്ടോയെന്ന് അറിയില്ല. കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് തൗസിയുടെ വീട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാം. നന്നോ ചൽ ഗോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് തൗസിയുടെ അജ്മലിൻ്റെ വീട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് അവരുടെ അടുത്ത് പോവാം. അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ സർപ്രൈസായിട്ട് അവരെന്താ എടുക്കുന്നത് എന്തൊരു പുച്ഛം. തന്നെ എന്താ കഴിക്കാൻ പറഞ്ഞേക്കണേ? പൊറോട്ട കഴിച്ചില്ലെങ്കിലാണ് കേട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ടയും മുട്ടക്കറിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും പച്ചനയ്ക്ക് അപ്പമാണ് ഓർഡർ ചെയ്തത്. എന്തായാലും നമുക്കത് കഴിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പോകാനുള്ളതല്ലേ. അപ്പോൾ ഇതാ നമ്മൾ തൗസിയുടെ വീട് എത്താറായിട്ടുണ്ട്. തൗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മുടെ അജ്മലിൻ്റെ വൈഫ് ഹൗസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും അജ്മൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലെ വിളിച്ചപ്പോഴൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ വഴി പോകണുണ്ടോന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ അടുത്ത്. അപ്പം അവരവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. രാവിലെ ആയത് കാരണം തന്നെ എവിടെയും പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഫോണുണ്ട് അവിടെ. ഇതാണോ? ഈ വഴി തന്നെയാണ്. സൈഡാക്ക് ആരെങ്കിലും ഉണ്ടോ നോക്കാം ഫ്രണ്ടിൽ. ഹലോ നല്ലു. കിട്ടും. വയറ് ചാടിയുണ്ടല്ലോ അജ്മലെ, മാഷാഅല്ലാ. വൈകിട്ടായിരിക്കും ഫ്ലൈറ്റ്. പോവാ. ബൈ പറഞ്ഞാൽ തന്നെയോ? ഈ പാലം കോട്ടപ്പുറം പാലാണ് കേട്ടോ. ഈ ഒരു പാലത്തിൻ്റെ ഓർമ്മ ക്ലിയറില്ല. ഇക്കിച്ചിയുടെയും ഉമ്മച്ചിയുടെയും കല്യാണം കഴിഞ്ഞ് അവർ തിരിച്ച് വരുന്ന വഴിക്ക് അന്ന് കല്യാണം കഴിഞ്ഞ അന്ന് അവർ ഈ കോട്ടപ്പുറം പാലത്തിറങ്ങി ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. ആ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. നീ എന്തോന്നാ കാണിച്ചേ?
What happened, Neera? She's not so nice. She is not in a good mood. Right, 7 to 72. One more time, 7 to 72. നനുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കി നിർത്തിയിട്ടേക്കുള്ളായിരുന്നു. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ നെറ്റ് ഇഷ്യൂ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ഉമ്മച്ചിയുടെ വീടിൻ്റെ ആ വഴിയിലേക്ക് കയറി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടല്ലോ കേട്ടോ പോണേ. നമ്മൾ ആദ്യം തന്നെ പോകാൻ പോണേ അവിടെ അടുത്തൊരു ബീച്ചുണ്ട്. ആ ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മൾ എപ്പോൾ അവിടെ പോയാലും നമ്മളവിടെ പോവാതെ തിരിച്ച് വരാറില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഉമ്മച്ചിയുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം നമ്മൾ ഷോർട്ട് കട്ട് ചാടിപ്പോയി കഴിഞ്ഞാൽ 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ നമ്മൾ നടന്നെത്തും. ബൈ റോഡ് പോകുമ്പോൾ 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഓക്കെ, എഴുതി. ഈ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഉമ്മച്ചിയുടെ വീട്, നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ച്. ശരിക്കും അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? നട്ടുച്ച സമയമാണ്. ശരിക്കും ആൾക്കാർ വിചാരിക്കും ഞങ്ങൾക്ക് ഭ്രാന്താണോന്ന്. ഒറ്റ മനുഷ്യന്മാർ പോലില്ല. ഉണ്ടല്ലോ ഒരു മനുഷ്യൻ എന്താ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വാടാനപ്പള്ളി ബീച്ച്. നമ്മൾ എപ്പോൾ വാടാനപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ വരലുണ്ട്. ഇവിടെ വരാണ്ട് നമ്മൾ പോകലില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. Go, go, go.
ബീച്ചിൽ നിന്നൊക്കെ ഇപ്പോൾ തിരിച്ച് പോന്നു. നട്ടുച്ച സമയമായ കാരണം അധികം നേരം അവിടെ നിന്നൊന്നുമില്ല, ഭയങ്കര വെയിലായിരുന്നു. വേഗം തന്നെ ഇങ്ങ് പോന്നു. എനിക്കിഷ്ടമായിട്ടോ വിശന്നിരുന്നിട്ടാണോ അറിയാം. എന്താ മോനെ എടാ ഫൈസു ആണത്? ഫൈസു എന്താ ഫൈസു ഇതിന്റെ മേലെ കേറിക്കണേ? ഇത് ഫൈസൊന്നുമല്ല. ഏത് കുട്ടിയാ നോക്കട്ടെ. എടാ എന്തെന്ത് ലോക്ക് ചെയ്തിട്ട് അങ്ങനെ ഇപ്പൊ നീ ഇവിടെ വന്നേ? ഫൈസു അപ്പോൾ നമ്മളവിടെ എത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വൈകിട്ടായപ്പോഴേക്കും അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം 1 വർഷം ആവാനായി എയർപോർട്ടിലേക്ക് പോയിട്ട്. ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മളാരെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഞങ്ങളുടെ മാമാനെ ഇവിടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ആൾ ബഹ്റൈനിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാടാൻപള്ളിക്ക് പോയത്. അപ്പോൾ ആളെ ഞങ്ങൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാമാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അടുത്തൊരു വ്ളോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.